നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഉച്ചയൂണിന് ഞാൻ സെക്കൻഡ് കറി ആയിട്ട് ഉണ്ടാക്കുന്നത് ഒരു കൈതച്ചക്ക കൊണ്ടൊരു പച്ചടിയാണ് കേട്ടോ. സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾ നല്ലതാണ്, നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് എന്തായാലും ഇന്ന് കുറച്ച് പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, നോക്കൂ. ഒരു കൈതച്ചക്കയുടെ പകുതി എടുത്തിട്ട് തൊലിയൊക്കെ ചെത്തി പ്ലേറ്റിൽ വെച്ചു. ഇനി അതിൻ്റെ കൂഞ്ഞ് കളഞ്ഞിട്ട് അതങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ചെറിയ 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 പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഉണ്ടോ? ഇതേപോലെ ഫുള്ളും ഈ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് നുറുക്കിയെടുക്കാം കേട്ടോ. ഇത് ഞങ്ങൾ സാധാരണ നമ്മളിങ്ങനെ ഉണ്ടാക്കാറില്ലേ, കൈതച്ചക്ക ഇങ്ങനെ പീസസ് ആക്കിയിട്ട് ഉപ്പും കാന്താരി മുളകും കൂടി വെള്ളത്തിൽ ചേർത്തിട്ട് അതിലിട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല രസമുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു പച്ചടി ഉണ്ടാക്കുന്നത്. ഇത്രയുണ്ട് കണ്ടോ, ചെറുതായിട്ട് എരിഞ്ഞതാണ്. നമുക്കിത് വേവിക്കണം. അപ്പം ഞാനിത് ഈ പാത്രത്തിലിട്ടാൽ വേവിക്കണം കേട്ടോ. ഇത്രയുണ്ട്. ഇത് സെക്കൻഡ് കറി ആയിട്ടാവുമ്പോൾ അധികം വേണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം മത്തങ്ങ ഇടാം കേട്ടോ. സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മത്തങ്ങയും കൂടിയിട്ടിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഈ മത്തങ്ങ കൊച്ചാണെങ്കിലും നല്ല ഭംഗിയുള്ള മത്തങ്ങ. ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ മൂത്തുണ്ട് കേട്ടോ. മൂത്ത കുരുവൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് വറുത്ത് തിന്നാം കേട്ടോ. അടിപൊളിയാണ്. അറിയാലോ, മത്തങ്ങയുടെ കുരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച ഉള്ള ആൾക്കാർക്ക് കഴിക്കണം നല്ലതാത്രേ. അതുകൊണ്ട് ഇത് ആൺകുട്ടികൾക്കും പ്രത്യേകിച്ച് ആണുങ്ങൾ കഴിക്കണം നല്ലതാണെന്നാണ് പറയണത്. അപ്പോൾ ഒറ്റ കുരു കളയരുത് കേട്ടോ. അത് മത്തക്കുരു എന്ന് മാത്രമല്ല, ഏത് പച്ചക്കറിയുടെ കുരു നല്ലതാണത്രേ. കയ്പയ്ക്കയുടെ കുരുവൊക്കെ ഞാൻ വയ്ക്കുമ്പോൾ, ഉപ്പേരി വയ്ക്കുമ്പോൾ അത് കളയാറേ ഇല്ല, അങ്ങനെ തന്നെ നുറുക്കിയിടുക ചെയ്യുക. ഞാനല്ല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് നുറുക്കി കഴിഞ്ഞു കേട്ടോ. നമുക്കിത് പൈനാപ്പിളിൻ്റെ കൂടെ ഇടാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ പൈനാപ്പിളും മത്തങ്ങയും നുറുക്കി. മത്തങ്ങ കുറച്ച് മതിയിട്ട് അധികം വേണ്ട. പൈനാപ്പിളാണ് മുകളിൽ നിൽക്കേണ്ടത്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതൊരു മധുരമുള്ള കറിയാണല്ലോ, അതുകൊണ്ട് ഇത്തിരി പഞ്ചാരയും കൂടി ഇടാം. പൈനാപ്പിളിൻ്റെ മധുരമുണ്ട്, മത്തങ്ങയ്ക്ക് ഇത്തിരി മധുരമുണ്ട്, ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടാൽ നല്ലതാണ്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ചത് തിളച്ചു കണ്ടോ. നന്നായിട്ട് തിളച്ചു. വെന്തോ നോക്കാം നമുക്ക്. മത്തങ്ങയുടെ കഷ്ണം നോക്കിയതാ വെന്തു കേട്ടോ. അപ്പോൾ ഇത്ര മതി വെന്തത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മത്തങ്ങ മുഴുവനും അതിൽ നിന്ന് പറക്കിയെടുക്കാം. മത്തങ്ങ കഷ്ണമൊക്കെ എടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഉടച്ച് ചേർക്കണം. ശരിക്കും ഉടച്ചോ അരച്ചോ ചേർക്കാം. അപ്പോൾ മുഴുവൻ മത്തങ്ങയും നമുക്ക് എടുക്കണം. ഇപ്പോൾ നമ്മൾ മത്തങ്ങയുടെ കഷ്ണം മുഴുവൻ എടുത്തു. ഇനി ഇത്തിരി പൈനാപ്പിളിൻ്റെ കഷ്ണം കൂടി ഇതിൽ കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. മതി, ഇത്ര പൈനാപ്പിൾ മതി. നമുക്കൊന്ന് അരയ്ക്കാം. പക്ഷേ ഈ ചൂട്ടോടെ മിക്സിയിൽ അരയ്ക്കാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ തീ ഓഫാക്കി കേട്ടോ. ഇനി അരച്ചെടുത്തിട്ട് അതിൽ ഒഴിക്കേണ്ടതാണ്. പക്ഷെ നല്ല ചൂടായതുകൊണ്ട് മിക്സിയിൽ അടിക്കാൻ പാടില്ല. ചൂട്ടോടുകൂടി അടിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് അടപ്പ് തെറിച്ച് പോയിട്ട് നമ്മുടെ മേലൊക്കെ ആവും, പൊള്ളൊക്കെ ചെയ്യും. ചൂടാറിയിട്ട് മാത്രമേ മിക്സിയിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഭയങ്കര പ്രഷറായിരിക്കും. ഇപ്പോൾ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് വേഗം ചൂടാറാനായിട്ട്. കണ്ടോ, ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. എണ്ണ പോലെ അരയ്ക്കാമെന്ന് പറയില്ലേ, അതേപോലെ അരച്ചെടുക്കാം. ഇത്രയുണ്ട് കേട്ടോ. അരയ്ക്കാം. നോക്കൂ,
ബെസ്റ്റ് അറിഞ്ഞിട്ട് പേസ്റ്റ് പോലെ അറിഞ്ഞിട്ട് കേട്ടോ. എന്താ കളറ് അല്ലേ, മത്തങ്ങയുടെ കളറാണ്. ഇനി നമുക്ക് ഈ വേവിച്ച് വച്ചിരിക്കുന്ന പൈനാപ്പിളിലേക്ക് ഈ അരച്ചത് ഒഴിക്കാം. പൈനാപ്പിൾ അങ്ങനെ ഉടയൊന്നുമില്ല. അപ്പോൾ അതിനൊരു കൊഴുപ്പ് കിട്ടാനാണ് നമ്മൾ ഇത് അരച്ചത്. ഇത്തിരി പൈനാപ്പിളും കൂടുതലും മത്തങ്ങയും കൂടി അരച്ചത്. മത്തങ്ങ അരച്ചപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ഒന്ന് ചേരട്ടെ. അപ്പോഴേക്കും നമുക്ക് 1 കപ്പ് നാളികേരം ഈ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. അതിൽ 4 പച്ചമുളക് ചേർത്തു, പിന്നെ 1 ടീസ്പൂൺ കടുക് ചേർത്തു, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്തു. ഇനി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തു. നമുക്ക് ഈ അരച്ച നാളികേരം കറിയിലേക്ക് ഒഴിക്കാം. മുഴുവനും നാളികേരത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം, പതുക്കെ തിളപ്പിക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കൊടുക്കാം. നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കുറച്ച് ഉപ്പുപൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തു. പഞ്ചസാര മധുരമുള്ള കറിയാണ് എങ്കിലും അതിൻ്റെ ആ മധുരത്തിന് ഒരു എന്താ പറയുക, ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഇത്തിരി ഉപ്പിടുക. ഇനി ബാക്കിയുള്ള വെള്ളം ആ ജാറ് മോറിയിട്ടത് ഒഴിച്ചു. ഇതൊന്ന് തിളച്ചോട്ടെ, വെള്ളം ചേർത്തതല്ലേ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വാങ്ങി വയ്ക്കാം. എന്നിട്ട് കടുകൊക്കെ വറുത്തിടണം. വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചു. ഇനി അതിൽ കുറച്ച് പഞ്ചസാര കൂടി ഉണ്ടാ ഞാൻ കേട്ടോ, മധുരം വേണേ. കടുക് വറുത്തിടാം. പാൻ ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുക് ഇടാം. 1 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ 2 വറ്റൽമുളക് ഇട്ടു. ഇനി കുറച്ച് കറിവേപ്പിലയും ഊരിയിട്ടു. നന്നായിട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളുടെ മധുരക്കറി കൈതച്ചക്ക പച്ചടി ഗാർണിഷ്ഡ് സൂപ്പർ കറി കേട്ടോ. അടച്ച് വയ്ക്കാം. പാത്രപാകം കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്ന് ഇളക്കി. നല്ല രസമുള്ള കറിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടമാവാണ്ടിരിക്കില്ല. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അടിപൊളി മധുരക്കറിയല്ലേ. സദ്യക്ക് എന്തായാലും ഉണ്ടാക്കാം. കുട്ടികൾക്ക് എരിവ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ.